കെവിൻ ഹൈസ്കൂളിലെ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. എന്നാൽ കളിയിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോച്ച് മിക്കപ്പോഴും കെവിനെ ബെഞ്ചിൽ ഇരുത്തുകയാണ് പതിവ്. കെവിൻ ഒരു മികച്ച ഫുട്ബോൾ താരമാവും എന്ന് അവന്റെ അമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഓരോ ദിവസവും പ്രാക്ടീസ് കഴിഞ്ഞ് അന്നത്തെ വിശേഷങ്ങൾ കെവിൻ അമ്മയോട് പങ്കുവയ്ക്കും. അതൊക്കെ കേട്ടിരിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ അമ്മയും കെവിനോടൊപ്പം പോകും. അമ്മ കെവിന്റെ ടീമിനെ കാണികൾക്കിടയിലിരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ആ പ്രദേശത്തെ തന്നെ ഏറ്റവും പേരുകേട്ട ഇന്റർ സ്കൂൾ ഫുട്ബോൾ മത്സരം അടുക്കാറായി. കോച്ചും കളിക്കാരും പരിശീലനത്തിന്റെ തിരക്കിലായി. എന്നാൽ കെവിൻ മാത്രം പരിശീലനത്തിനെത്തിയിരുന്നില്ല. കെവിന്റെ പ്രകടനം അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ അഭാവം കോച്ച് അത്ര കാര്യമാക്കിയില്ല. ഒടുവിൽ കെവിന്റെ സ്കൂളിന് മത്സരത്തിനിറങ്ങാനുള്ള ദിവസമെത്തി. മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അതാ കെവിൻ ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്നു. അവൻ കോച്ചിനോട് പറഞ്ഞു, സർ, ഇന്നെന്നെ കളിക്കാൻ അനുവദിക്കണം. കോച്ചിങ്ങിന് കൃത്യമായി വരാത്ത, അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാത്ത ഒരാളെ എങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട മത്സരത്തിൽ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയും? കെവിൻ വീണ്ടും കോച്ചിനോട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് അങ്ങെനിക്ക് ഇന്നൊരവസരം തരണം. ഞാൻ നന്നായി കളിക്കാം സർ. കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ കോച്ച് സമ്മതിച്ചു. കെവിൻ ഗ്രൗണ്ടിലിറങ്ങി. ഇതുവരെ കാണാത്ത ഒരാവേശം അന്ന് അവനിൽ കണ്ടു. അവന്റെ പ്രകടനം കണ്ട് കോച്ച് അതിശയിച്ചു. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ കെവിൻ നേടിയ 3 ഗോളുകളുമായി അവന്റെ സ്കൂൾ വിജയിച്ചു. കോച്ച് അവനെ അടുത്തു വിളിച്ച് അഭിനന്ദിച്ചു. ശേഷം അവനോട് ചോദിച്ചു, നിനക്കെന്താണ് സംഭവിച്ചത്? ഇത്രയും നാളും നീ എന്തുകൊണ്ട് ഇതുപോലെ കളിക്കാൻ ശ്രമിച്ചില്ല? കെവിൻ പറഞ്ഞു, സർ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എന്റെ അമ്മ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ വരാഞ്ഞത്. ഇന്നലെ എന്റെ അമ്മ മരിച്ചു. അമ്മയ്ക്ക് കാഴ്ചയില്ലായിരുന്നു. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ കഴിയണം എന്നത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് എന്റെ അമ്മ ആദ്യമായി എന്റെ കളി കാണുന്ന ദിവസമാണ്, അങ്ങ് ദൂരെ മറ്റൊരു ലോകത്തിരുന്ന്. അമ്മയ്ക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത്. കെവിൻ പറഞ്ഞു നിർത്തിയപ്പോൾ കോച്ചിന്റെ കണ്ണുകളും നിറഞ്ഞു. കെവിന്റെ അമ്മയെപ്പോലെ കാഴ്ചയില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് അവർ ഓരോരുത്തരും. മരണാനന്തരം നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുക വഴി മറ്റൊരാളുടെ ജീവിതത്തിലെ പ്രകാശമാകാം. നമ്മുടെ കണ്ണുകൾ തുടർന്നും ജീവിക്കട്ടെ.